ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ എല്ലാവർക്കും സുഖം തന്നെയാണ് കേട്ടോ. നല്ല ചൂടുണ്ട്, മഴയും കാര്യങ്ങളൊക്കെ കുറവാണ് കേട്ടോ. അപ്പോൾ ഇതൊരു സൺഡേ വ്ളോഗാണ്, നമ്മൾ ക്ലീനിങ് വ്ളോഗും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞായറാഴ്ചയാണ്. നമ്മുടെ ഫ്രിഡ്ജ് വന്നിട്ട് നല്ലതുപോലെ അഴുക്കായിരിക്കണം. മാങ്ങയും ചക്കയും പറഞ്ഞ പോലെ എല്ലാതും ഇട്ടിട്ടേ ഭയങ്കരമായിട്ട് അഴുക്കായിരിക്കണം. അപ്പോൾ അത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. അതിൻ്റെ മുന്നായിട്ട് നമ്മുടെ അടുപ്പൊന്ന് ചാണകം മെഴുകിയെടുക്കണം. എനിക്ക് ചാണകം മെഴുകിയിട്ടുള്ള അടുപ്പുകൾ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. കാരണം എന്താണെന്ന് എനിക്കറിയില്ല, അതിനോട് എനിക്കൊരു പ്രത്യേക അറ്റാച്ച്മെൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ അടുപ്പ് നന്നായിട്ടൊന്ന് വൃത്തികേടായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ചാണകം കുറുക്കി കലക്കി തേച്ച് മെഴുകിയെടുക്കണം. ഇതൊക്കെ നമ്മൾ അനുഭവിച്ച ആൾക്കാർക്ക് അതിനോട് ഒരു പ്രത്യേക അറപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് നന്നായിട്ട് അതൊന്ന് മെഴുകി നല്ല വൃത്തിയാക്കിയിട്ട് എടുത്തു കേട്ടോ. സൺഡേ ആണെങ്കിലും ഇന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റ ദിവസമാണ്. കാരണം ഏട്ടന് കുറച്ചൊരു 7 മണിയാകുമ്പോഴേക്കും പോകണം, ചെറിയൊരു വർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടേ. അപ്പോൾ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇതാ രാവിലെ നല്ല മഞ്ഞ് തണുപ്പ് ഒക്കെ. അപ്പോൾ പോകുന്നതിന് മുന്നേ ആയിട്ട് ഫ്രിഡ്ജ് എടുത്ത് എനിക്ക് മുന്നിലേക്കായിട്ട് ഇട്ട് തന്നു കേട്ടോ. കാരണം ഫ്രിഡ്ജിൻ്റെ അടിയിൽ നല്ലോണം പൊടിയും അഴുക്കും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒക്കെ ഒന്ന് അടിച്ചു വാരി അതിൻ്റെ അടിയിലത്തെ കച്ചറയൊക്കെ കളയണം. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടു. ഉള്ളൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഏട്ടന് കഴിക്കാനായിട്ട് പുട്ടുണ്ടാക്കാണ് കേട്ടോ കൂടെ. അപ്പോൾ ഇന്ന് രാവിലെ ക്ലീനിങ് ഉള്ളതുകൊണ്ട് തന്നെ വൈകിട്ട് ഞാൻ അടുക്കളയൊന്നും വല്ലാതെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടില്ല. എന്തായാലും സൺഡേ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണമെന്ന് തന്നെ പ്ലാൻ ചെയ്തിട്ടാണ് ഇന്നലെ കിടന്നത് തന്നെ. നല്ല ചൂടുള്ള പുട്ട് പ്ലേറ്റിലേക്ക് അങ്ങോട്ട് കുത്തി കൊടുത്തു. നമ്മളിവിടേക്ക് ഇങ്ങനെ പറയുക, കുത്തി കൊടുത്തു. അതിലേക്ക് കുറച്ച് പഞ്ചസാരയും അതുപോലെ തന്നെ പഴമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഏട്ടൻ കഴിച്ചിട്ട് പോയിട്ടോ. പിന്നീടുള്ള പണികൾ നമ്മുടെ ഫ്രിഡ്ജ് ക്ലീനിങ്, അതുപോലെ തന്നെ പാത്രങ്ങൾ കുറച്ച് കഴുകാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ചെയ്തു. ഞാൻ വീഡിയോ എടുക്കുന്നതിനോട് ഏട്ടൻ സപ്പോർട്ടാണ് കേട്ടോ. അതുപോലെ വീഡിയോയിലൊന്നും കാര്യമായിട്ടൊന്നും ഏട്ടൻ വരാറില്ല. 1-2 ഷോട്ടിൽ പെട്ടു, അത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നലെ സർപ്രൈസ് ആയിട്ടുണ്ടല്ലോ, ഏട്ടൻ എനിക്കൊരു വയർലെസ് മൈക്രോഫോൺ വാങ്ങിച്ചു തന്നു കേട്ടോ. എനിക്ക് ഒരുപാട് സന്തോഷമായി. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ഒത്തിരി ഒത്തിരി സന്തോഷമായി കേട്ടോ. അപ്പോൾ ഞാനത് കുത്തിയിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുത്തത്. പക്ഷെ അത് യൂസ് ചെയ്തില്ല. കാരണം എന്താണെന്നറിയോ, ഞാൻ അതിൻ്റെ പവർ ബട്ടൺ ഓണാക്കാൻ മറന്നുപോയി. ഞാൻ വീഡിയോസിൽ സംസാരിച്ചു കൊണ്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്, പക്ഷേ പവർ ബട്ടൺ ഓണാക്കാൻ മറന്നുപോയി കേട്ടോ. ഇനി നമുക്കൊരു റിംഗ് ലൈറ്റും സ്റ്റാൻഡും കൂടി വേണം. അതൊക്കെ ചെറിയ റേറ്റിൻ്റെയാണ് ഇപ്പോൾ വാങ്ങിക്കുക. അപ്പോൾ വാങ്ങിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് കിട്ടുകയെന്നൊന്നും അറിയില്ല. ഫ്രിഡ്ജ് തുറന്നിട്ട് ഫ്രിഡ്ജിന് അകത്ത് കിടക്കുന്ന പഴയ വേസ്റ്റ് സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് ഇട്ടു. കുറേയൊക്കെ കളഞ്ഞു. പച്ചക്കറി കാര്യങ്ങളൊന്നും അധികം ഉണ്ടായിരുന്നില്ല. എന്നാലും ഒരു കഷ്ണം മത്തനും അതുപോലെ തന്നെ ഒരു കാബേജും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാബേജൊക്കെ കരിഞ്ഞ് നാശമായിട്ടുണ്ട്. ചിലപ്പോൾ അത് കളയേണ്ടി വരും. ശ്രീനും ശ്രീകുട്ടിയും കൂടി ഇപ്പോൾ എഴുന്നേറ്റ് വരുന്ന പാടാണ് കേട്ടോ. രണ്ടും കൂടി അടി കൂടിയിട്ടാണ് വരുന്നത്. എപ്പോഴും അങ്ങനെ തന്നെ. ഇപ്പോൾ ഈ സ്കൂൾ പൂട്ടി 2 മാസം കണ്ണും ചെവിയും കേൾക്കാൻ സമ്മതിക്കുന്നില്ല. നല്ല അടിയാണ് രണ്ടുപേരും. എന്നാൽ നല്ല സ്നേഹമാണ്. ചില സമയത്ത് ഒന്നിച്ചിരുന്ന് കളിക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെയാണ്. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയും. പിന്നെ നമ്മുടെ ഈ ഒരു ഫാമിലിയിൽ വന്നിട്ട് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ്. എങ്കിലും ഓരോ ദിവസവും ഓരോരുത്തരായിട്ട് വരുന്നുണ്ട് കേട്ടോ. അതിലൊത്തിരി സന്തോഷമുണ്ട്. പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും സ്നേഹം നിറഞ്ഞ് വെൽക്കം ചെയ്യാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് അടിക്കണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. അതേപോലെ തന്നെ പഴയതായിട്ടുള്ള ആൾക്കാരും കുറച്ച് പേരുണ്ട്. അപ്പോൾ അവർ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ലൈക്ക് അടിക്കുന്നുണ്ട്. കുറച്ച് പേരൊക്കെ കമൻറ്റും ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഒക്കെ നോക്കുക. അപ്പോൾ ലൈക്ക് അടിക്കുകയും കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് കേട്ടോ. എല്ലാ ദിവസവും നമ്മൾ കുളിച്ചിട്ടാണ് അടുക്കളയിലേക്ക് വരിക. അടുക്കളയിലൊക്കെ പണിയും കാര്യങ്ങളൊക്കെ നോക്കാറുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ കുളിക്കാതെ വന്നതെന്താ വെച്ചാൽ ഒരുപാട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ കുളിച്ചിട്ട് കാര്യമില്ല. പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് ഒരു കല്യാണത്തിനും കൂടെ പോകണം. ഉച്ചയ്ക്ക് എന്ന് വെച്ചാൽ ഒരു 11-11:30 ആകുമ്പോഴേക്കും ഒരു കല്യാണത്തിനും കൂടെ പോകണം. അപ്പോൾ നമ്മൾ ഇപ്പം തന്നെ കുളിച്ചിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ ഞാൻ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്തു. അതുപോലെ തന്നെ ഈ ടേബിളും വാഷ് ബേസും അതുപോലെ നമ്മുടെ അടുക്കളയുടെ സ്ലാബ്, സിങ്ക് എല്ലാം നല്ല ക്ലീൻ ചെയ്ത്
വെട്ടി തിളങ്ങുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് കഴിഞ്ഞ ദിവസം നമ്മളൊരു കുടുംബശ്രീയുടെ കസേര വാങ്ങാൻ പോയിട്ടില്ലേ, ആ സമയത്ത് വാങ്ങിച്ചിട്ടുള്ള ഒരു ടൈൽ ക്ലീനർ ഉണ്ടായിരുന്നു കേട്ടോ. ഈ സിമെൻറ്റിൻ്റെ കറയൊക്കെ പോകുന്നത്, ടൈൽസിൻ്റെ കറയൊക്കെ പോകുന്നൊരു ക്ലീനർ ഉണ്ടായിരുന്നു. അത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ഒരു മാറ്റമാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു സിങ്കിൻ്റെ പുറത്തുള്ള ഒരു ചെറിയ കളർ മാത്രം പോവാനുണ്ട്. അത് 1-2 പ്രാവശ്യം കൂടി ക്ലീൻ ചെയ്താൽ പോകും കേട്ടോ. ടൈലൊക്കെ നല്ലതുപോലെ വെട്ടി തിളങ്ങി നല്ല വൃത്തിക്ക് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കുഴൽക്കിണറിലെ വെള്ളം ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സോപ്പും അതൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്താലും നമുക്ക് ആ ഒരു തിളക്കം കിട്ടില്ല, ഒരു കറ വരും കുറേ കഴിയുമ്പോൾ. അങ്ങനെ കറ പിടിച്ചതാണ് കേട്ടോ. അതൊക്കെ പോയി കെട്ടി നല്ല വെട്ടി തിളങ്ങുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ടൈലാണെങ്കിലും എല്ലാം. ഫ്രിഡ്ജിൽ ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ ഇതാ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു, ഞാൻ കുളിച്ചു, മക്കളെയൊക്കെ റെഡിയാക്കി. പിന്നെ ഞങ്ങൾക്ക് ഇന്നൊരു കല്യാണം ഉണ്ട് കേട്ടോ ഉച്ചയ്ക്ക്. അപ്പോൾ അതിന് പോവുകയാണ്. റിലേറ്റീവ്സ് അല്ല കേട്ടോ, ഇവിടെ അടുത്തുള്ളവരെയാണ്. അപ്പോൾ അതിന് പോവുകയാണ്. പിന്നെ ഏട്ടന് ഒരു രാവിലെ കുറച്ച് നേരം വർക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എവിടേക്കോ അളവെടുക്കാനൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പോവുകയാണ്. അപ്പോൾ ഇതാ CM ഓഡിറ്റോറിയത്തിൽ മയ്യത്തൻകരയിൽ വെച്ചിട്ടാണ് കേട്ടോ കല്യാണം. ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലെത്തിയിട്ട് പതിവ് പോലെ തന്നെ ആ ഹാളിൽ കുറച്ച് നേരം ഇരുന്നു. പെണ്ണിനെയും ചെക്കനെയൊക്കെ ഒന്ന് നോക്കി. അവർ ഫോട്ടോ എടുക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ ഓണപ്പുടവ കൊടുക്കുക എന്നൊക്കെ പറയില്ലേ, അത് തിരക്കിലൊക്കെയാണ്. ഇന്നിപ്പോൾ ഞാൻ ഓൺ വോയിസിൽ ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതാണ് രാവിലെ തന്നെ. എന്തായാലും വയർലെസ് മൈക്രോഫോണൊക്കെ കിട്ടിയതല്ലേ എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ ആദ്യത്തെ തന്നെ പണി പാളി. നമ്മൾ പവർ ഓണാക്കാൻ മറന്നല്ലോ. രണ്ടാമത്തേത് പറഞ്ഞിട്ട് ഞാൻ വരുമ്പോൾ അത് മൈക്രോഫോൺ എടുക്കാൻ മറന്നും പോയി കേട്ടോ. ഇവിടെ വെച്ചിട്ട് മൈക്രോഫോൺ എടുത്ത് വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്, അത് മറന്നും പോയി. ഒന്നാമത് നമ്മൾക്ക് ഇതൊന്നും ശീലമില്ലാത്തതല്ലേ. പിന്നെ കുറച്ച് നേരം അവിടെ ചുറ്റിത്തിരിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. പിന്നെ ശ്രീനുവിനും ഏട്ടനും പെട്ടെന്ന് ഇല കിട്ടി, അവർക്ക് പെട്ടെന്ന് ഭക്ഷണം കിട്ടി കേട്ടോ. ഞങ്ങൾക്കാണെങ്കിൽ കുറച്ച് പതുക്കെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. തലവെത്താൽ പേനടിച്ചാലും തങ്കക്കുളത്തിൽ തലോളം പാടി മാനത്ത് അമ്പിളി മമ്മീനെ കാട്ടി മാമുന്നേ തങ്കക്കുളത്തിൽ തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു കേട്ടോ. ആ സമയത്ത് ശ്രീനു പാടിയതാണ് ഈ പാട്ട്. അപ്പോൾ പാട്ട് കുറേയൊക്കെ അവൾ മറന്നു പോയിരിക്കുന്നു, കുറേയായിട്ട് പാടിയിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് എന്നാൽ വൈകുന്നേരം എൻ്റെ വീട്ടിലൊന്ന് പോകാമെന്ന് വെച്ച് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ വീട്ടിലിറങ്ങി പോകാൻ വേണ്ടി ഇറങ്ങിയപ്പം വഴിയിൽ വെച്ച് ആറങ്ങുന്നത്തുകാവിൽ വേലയാണല്ലോ നാളെ. അപ്പോൾ അവിടേക്ക് കാളകൾ പോകുന്ന കണ്ടു. പിന്നെ ഞങ്ങളവിടെ ഒരു ബേക്കറിയിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിലേക്കുള്ളത് വാങ്ങിച്ചു. നേരെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ. പിന്നെ ഇതാ വീട്ടിലെത്തി. അവിടുന്ന് ഇതാ കുറച്ച് ഷുഗർ ചീര, അങ്ങനെ എന്തോ ഒരു ചീരയുടെ പേര് പറഞ്ഞു. അപ്പോൾ അത് പൊട്ടിച്ചു. ഞാനും ഉണ്ടായിരുന്നു, എൻ്റെ അനിയത്തി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ മക്കൾ പൊന്തേ കൂടെ നടക്കുന്നുണ്ട്. പാമ്പും ചേമ്പൊക്കെ ഉണ്ടോയെന്ന് ഡൗട്ടുണ്ട്. ചയാമൻസേ, അത് ഷുഗർ ചീര. ഇതിന്റെ പേരൊന്നും അറിയില്ല കേട്ടോ. ഇപ്പം ഉണ്ടായതാണ്, ഞാനുള്ള സമയത്തൊന്നും ഈ ഒരു ചീര ഇവിടെ ഇല്ല. അങ്ങനെ എന്തൊക്കെയോ പേരാണ്, എന്തായാലും ചീരയാണ്. കോഴിനെ പിടിച്ചതിന് കൈയെടുക്ക് വെള്ളം പടയല്ല അവിടെ പോയി കുടിക്കോ. ഒരു 3:30 ആകുമ്പോൾ വീട്ടിൽ പോയി. അവിടുന്ന് പിന്നെ ഒരു 6 മണിയാകുമ്പോഴേക്കും ഇങ്ങോട്ട് തിരിച്ചെത്തിയിട്ട് കുറച്ച് നേരം നിന്നുള്ളപ്പോൾ അവിടുന്ന് അമ്മ പറഞ്ഞു 2-3 കോഴികളെ കൊടുന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് ഒരു ചെറിയ കോഴികളെ 2-3 എണ്ണത്തിനെ കൊടുന്നു. അതിനെ കിട്ടിയപ്പോൾ പിന്നെ അധികം നേരം ഒന്നും അവിടെ തന്നില്ല, കാരണം അത് സഞ്ചിയിലിട്ട് ശ്വാസം മുട്ടി ചാവുമല്ലേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് തിരിച്ചു വന്നു. ഇപ്പോൾ ഇവിടെ കോഴിക്കൂട് ആദ്യമേ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതിലിട്ട് തീറ്റയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഇപ്പോൾ ഇത് വൈകിട്ടായപ്പോൾ ഏട്ടൻ പൊറോട്ട വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അതിന് ബീഫിൻ്റെ ഗ്രേവി ആയിരുന്നു, അത് ഞാൻ കഴിക്കാത്തതുകൊണ്ട് ഒരു ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റി ഒരു കറി ഉണ്ടാക്കി ചായ ഉണ്ടാക്കി ഞങ്ങളെല്ലാവരും കൂടി കഴിച്ചു കേട്ടോ. അപ്പോൾ ഈ ഒരു സൺഡേ വ്ളോഗ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണേ, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ വീണ്ടും നല്ല വീഡിയോസുമായി കാണും വരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.